നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ചിലിയാണ് അവരുടെ എതിരാളികൾ. ഒക്ടോബർ 11 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ മത്സരം നടക്കുക. രണ്ടാമത്തെ മത്സരത്തിൽ പെറുവാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ഒക്ടോബർ 16 രാവിലെ ഇന്ത്യൻ സമയം 6:15 ഈ മത്സരം നടക്കുക. ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ബ്രസീൽ ടീം ആരംഭിച്ചിട്ടുണ്ട്. ബ്രസീൽ ക്യാമ്പിലെ ആദ്യത്തെ ട്രെയിനിങ് സെഷൻ ഇപ്പോൾ ഡൊറിവാൽ ജൂനിയർക്ക് കീഴിൽ പൂർത്തിയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഥവാ ആദ്യത്തെ ട്രെയിനിങ്ങിന് ശേഷമുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പറായിക്കൊണ്ട് എഡേഴ്സൺ ആണ് വരുന്നത്. നമുക്കറിയാം ആലിസൺ പരിക്കാണ്, അദ്ദേഹം സ്ക്വാഡിൽ നിന്നും പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 മത്സരങ്ങളിലും ബ്രസീലിൻ്റെ ഗോൾ വല കാക്കുക എഡേഴ്സൺ തന്നെയായിരിക്കും. ഇനി സെൻട്രൽ ബാക്ക് പൊസിഷനിൽ വരുന്നത് ഗബ്രിയേലും മാർക്കിഞ്ഞോസുമാണ്. എഡർ മിലിറ്റാവോ പരിക്ക് കാരണം സ്ക്വാഡിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. ഗബ്രിയേലും മാർക്കിഞ്ഞോസും ആയിരിക്കും ഈ 2 മത്സരങ്ങളിലും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ ഇടത് വിങ് ബാക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അബ്നറിനെയാണ് ആദ്യ ട്രെയിനിങ് സെഷനിൽ ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ പരീക്ഷിച്ചിട്ടുള്ളത്. അതേസമയം അലക്സ് ടെല്ലസ് വരാനുള്ള ഒരു സാധ്യത നമുക്കവിടെ തള്ളിക്കളയാൻ കഴിയില്ല. വലത് വിങ് ബാക്ക് പൊസിഷനിൽ ഡാനിലോ തന്നെയായിരിക്കും. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ആൻഡ്രെ ആയിരിക്കും ഉണ്ടാവുക. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ലുക്കാസ് പക്കാറ്റി ഉണ്ടാകും. അദ്ദേഹത്തിനോടൊപ്പം റോഡ്രിഗോ കൂടി ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു നമ്പർ 10 റോളിലായിരിക്കും റോഡ്രിഗോ കളിക്കുക. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റാഫീഞ്ഞയായിരിക്കും ഇടത് വിങ്ങിൽ ഉണ്ടാവുക. റാഫീഞ്ഞ FC ബാഴ്സലോണയിൽ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വിനീഷ്യസ് ജൂനിയർ പരിക്ക് കാരണം ഇത്തവണത്തെ ബ്രസീൽ ടീമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇടത് വിങ്ങിൽ റാഫീഞ്ഞയായിരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായ ഒരു കാര്യമാണ്. വലത് വിങ്ങിൽ മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരമായ സാവിഞ്ഞോയായിരിക്കും ഉണ്ടാവുക. അദ്ദേഹവും മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ ഇഗോർ ജീസസിന് സ്ഥാനം ലഭിക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എൻട്രിക്കിനെ ഈ ഒരു ട്രെയിനിങ് സെഷനിൽ മാറ്റി നിർത്തുകയാണ് ഡൊറിവാൽ ജൂനിയർ ചെയ്തിട്ടുള്ളത്. പകരം ഇഗോർ ജീസസിനെയാണ് ഇപ്പോൾ പരീക്ഷിച്ചിട്ടുള്ളത്. ആദ്യത്തെ ട്രെയിനിങ്ങിന് ശേഷമുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് ഇത്. ഒരുപാട് ട്രെയിനിങ് സെഷനുകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അതിനുശേഷമൊക്കെ പല മാറ്റങ്ങളും ഈ ഒരു ലൈനപ്പിൽ വന്നേക്കാം എന്നുള്ളതാണ്. എന്തൊക്കെയായാലും വിജയം മാത്രമായിരിക്കും ബ്രസീലിൻ്റെ ലക്ഷ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.